സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ ഒരു മുഹൂർത്തമാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. എന്തായാലും ഇത്രയും ദിവസം നന്ദന ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ശിക്ഷിച്ചുകൊണ്ടിരുന്നവർ തിരിച്ച് ആ ശിക്ഷ അനുഭവിക്കുന്ന എപ്പിസോഡാണ്. നമ്മളുടെ ഹരിയങ്ങൾ അരുന്ധതിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, അരുന്ധതി ഞാൻ പറയുന്ന കാര്യങ്ങൾ സംയമനത്തോടുകൂടി കേൾക്കണം, പതറിപ്പോവരുത്, എന്തായാലും അത് അംഗീകരിക്കണം. ഇനിയിപ്പോൾ അരുന്ധതി മകനെ പ്രതീക്ഷിച്ചിരിക്കേണ്ട, ഋഷി ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണില്ല എന്ന്. അത് കേട്ടതും അരുന്ധതിക്കാണെങ്കിൽ അങ്ങനെ ഒരു സങ്കടമൊന്നും മുഖത്ത് കാണുന്നില്ല. ഇത് ഹരിയങ്ങളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണമുണ്ട്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, അരുന്ധതിയുടെ മകൻ കൊല്ലപ്പെട്ടു, അതും ചന്ദ്രോത്ത സിദ്ധാർത്ഥൻ്റെ മകൻ നന്ദന കൊന്ന്. ആ സമയത്തും ഈ അരുന്ധതി കരയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യണില്ല. അതെല്ലാം ഈ ഹരിയങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിനെയാണ്. പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ ആകെ അരുന്ധതി വന്ന് പോയതിന് ശേഷം ടെൻഷനിൽ തന്നെയാണ്. എന്നിട്ട് നന്ദൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അരുന്ധതിയെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല നന്ദ, അവരാകെ വിഷമത്തിൽ തന്നെ. സ്വന്തം മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഒരമ്മയ്ക്ക് എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. എന്തായാലും നമുക്കിനി സത്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്ന് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പം നന്ദൻ ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞില്ലേ അമ്മേ, ഇനി എന്താ പ്രശ്നം, ഇനി ഹരിയങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പം അതല്ല, കെവിൻ ആദ്യം മുതൽ അവസാനം വരെ ഇതിലുണ്ടായിരുന്നു എന്ന് എല്ലാവരോടും പറയണ്ടേന്ന് ചോദിക്കുമ്പം അതൊന്നും വേണ്ട അമ്മേ, ഞാൻ കാരണം ഇനി അവരുടെ ജീവിതവും കൂടി തകരണ എന്തിനാണെന്നാണ് ഈ നന്ദൻ ചോദിക്കുന്നത്. പക്ഷേ നന്ദൻ അന്നേരവും അറിയണില്ല ഈ കെവിനും ഇസബെല്ലയും നന്ദനെ ചതിക്കുമായിരുന്നു എന്നുള്ള സത്യം. ഞാൻ എല്ലാ കുറ്റവും ഏറ്റോളാം അമ്മേ, ഇനി അതിൻ്റെ പേരിൽ നമ്മളെ സഹായിച്ചവരെ കുറ്റക്കാരാക്കുന്നത് ശരിയല്ലല്ലോ. അത് തന്നെയല്ലേ അമ്മ എന്നോട് പറയാറുണ്ടായിരുന്നത്. എന്തായാലും എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുള്ളൂ, ഞാൻ എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കണേ. അമ്മ സങ്കടപ്പെടരുത്, അമ്മ സങ്കടപ്പെട്ടാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദന അങ്ങോട്ട് പോകുന്നുണ്ട്. നന്ദൻ പോയി കഴിഞ്ഞതും പ്രഭാവതി ആണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് നിന്നിട്ട് ആലോചിക്കുന്നുണ്ട്. എന്തായാലും നന്ദൻ മറച്ചു വെച്ചാലും സത്യങ്ങളെല്ലാം എല്ലാവരും അറിയണം. കെവിനും കൂടി ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞാലേ ഹരിയേട്ടൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഹരിയേട്ടൻ അരുന്ധതിയുടെ വീട്ടിൽ പോയിട്ട് എന്തായി കാണുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെ തന്നെയാണ്. അരുന്ധതിയാണെങ്കിൽ ഈ ഹരിയേട്ടൻ പറയണ കേട്ടിട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. കാരണം ഋഷി മരിച്ചു എന്നുള്ള സങ്കടമൊന്നും അവരുടെ മുഖത്തുണ്ടാവണില്ല, കള്ളം പിടിക്കപ്പെടുമെന്നുള്ള ആ ഒരു ഭാവം മാത്രമാണ് അരുന്ധതിയുടെ മുഖത്തുള്ളത്. അന്നേരം ഹരിയങ്ങൾ പറയുന്നുണ്ട്, എന്താ അരുന്ധതി എന്താ ഒന്നും മിണ്ടാത്ത, സങ്കടം കൊണ്ടാണോ, സങ്കടം ഉണ്ടെങ്കിൽ കരഞ്ഞോ, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പം ഇല്ല സാറെന്ന് പറയണു. അപ്പം തന്നെ ഈ ഹരിയങ്ങളിന് ഒരുപാട് സംശയങ്ങൾ തോന്നുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നാളത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. നാളെ തന്നെ സിദ്ധു നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കും, അതുപോലെ കേസും ഫയൽ ചെയ്യും. എല്ലാ കുറ്റങ്ങളും നന്ദൻ കോടതിയിലും സ്റ്റേഷനിലും ഏറ്റു പറയാനായിരിക്കണം. അതോടുകൂടി ഒരുപാട് രഹസ്യങ്ങളുടെ ചുരുളഴിയുന്നു. അത് കേട്ടതും അരുന്ധതി ആണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയൊരു നീക്കം ചന്ദ്രോത്തുകാരിൽ നിന്നും ഒരിക്കലും അരുന്ധതി പ്രതീക്ഷിച്ചിരുന്നില്ല. നന്ദൻ ഋഷിയെ കൊന്നു എന്നറിഞ്ഞാലും അതവർ മറച്ചു വയ്ക്കുമെന്ന് തന്നെ അരുന്ധതി വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചന്ദ്രോത്തി എന്ന് അരുന്ധതി ആ മാതിരി പ്രശ്നം ഉണ്ടാക്കിയതും. ഇതൊന്നും കേട്ടിട്ട് അരുന്ധതിക്ക് യാതൊരു പ്രതികരണവും ഇല്ലാതെ നിൽക്കുമ്പം ഈ ഹരിയങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താ അരുന്ധതിക്ക് ഷോക്കായിപ്പോയോ, അരുന്ധതി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കണേ, ഇന്നലെ അരുന്ധതി ചന്ദ്രോത്തി ചെന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ, പക്ഷേ ഇപ്പോൾ ആ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ, അരുന്ധതിക്ക് ഇത് കേട്ടിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലേ, അതോ കേട്ടത് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പം ഇല്ല സാർ, എനിക്കെല്ലാം മനസ്സിലായി എന്നും പറഞ്ഞ് അരുന്ധതി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അരുന്ധതിയാണെങ്കിൽ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയല്ലോ, ഇനി എന്ത് ചെയ്യും, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഋഷിയോട് ഇതെല്ലാം മതിയാക്കാൻ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെക്കുമ്പം ഹരിയങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താ അരുന്ധതിക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ, എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല സാർ, എനിക്ക് പ്രയാസമൊന്നുമില്ല. ആ സമയത്തും ഈ ഹരിയങ്ങൾ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, സ്വന്തം മകൻ മരിച്ചു എന്ന് കേട്ടിട്ട് അരുന്ധതിക്ക് സങ്കടമോ വിഷമോ ഒന്നുമില്ല. പക്ഷേ ഇന്നലെ ചന്ദ്രോത്ത് ചെന്ന് ഭയങ്കരമായിട്ടുള്ള അഭിനയം കാഴ്ചവെക്കുകയും ചെയ്തു. ഇനി എന്തായാലും അധിക സമയമൊന്നുമില്ല, അതിനു മുമ്പ് തന്നെ സത്യങ്ങളെല്ലാവരും അറിയുന്നു. പിന്നീട് കാണിക്കുന്നത് ഇസബെല്ലേനെയാണ്. ഇസബെല്ലയാണെങ്കിൽ കെവിനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കെവിൻ ഫോൺ എടുത്തതും എടാ കെവിനെ, കാര്യങ്ങളെല്ലാം നമ്മുടെ കൈ വിട്ടടാന്ന് പറയണ നേരം കെവിൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ബെല്ല എന്താണെങ്കിലും പറയാമെന്ന് പറയുമ്പം എന്നെ ഇപ്പോൾ ഋഷി വിളിച്ചിരുന്നു, ആ ജഡ്ജില്ലേ അത് വീണ്ടും അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിൽ ചെന്നിരുന്നു. അന്നേരം കെവിൻ പറയുന്നുണ്ട്, അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിലേക്ക് വീണ്ടും ചെന്നോ, അങ്ങനെ ചെല്ലാതിരിക്കാനല്ലേ അരുന്ധതി മേഡം ഇന്നലെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, എന്തായാലും ഇന്ന് ജഡ്ജ് അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിൽ ചെന്നു, നമുക്ക് പണിയായിടാന്ന് പറയുമ്പം എന്ത് പണി, എന്താണെങ്കിലും തെളിച്ചു പറവല്ല എന്ന് പറയുമ്പം ജഡ്ജ് അരുന്ധതിയോട് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ഇസബെല്ല കെവിനോട് പറയുന്നുണ്ട്. അപ്പോൾ കെവിൻ പറയുന്നുണ്ട്, നേരാണോ ബെല്ല, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ കുടുങ്ങൂലോ എന്ന് പറയുമ്പം പിന്നെ കുടുങ്ങാതെ എന്തായാലും നന്ദന സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞാൽ
കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും, നമ്മൾ കുടുങ്ങും എന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട് എന്നാലും അവരിങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ എന്ന് പറയുമ്പം ഇസബെല്ല പറയുന്നുണ്ട് ആ ദേവിക അല്ലെങ്കിലും ആദർശക്കാരിയ, അതുമാത്രമല്ല നന്ദൻ്റെ അച്ഛനാണെങ്കിലും രാഷ്ട്രീയക്കാരനല്ലേ, ഇവരെല്ലാവരും ചേർന്ന് നന്ദനെ ഇതുപോലെ സ്റ്റേഷനിൽ ഹാജരാക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല, അവർ ഈ രഹസ്യം മറച്ചു വയ്ക്കുമെന്നാണ് വിചാരിച്ചത്, ഇതിപ്പോൾ നമ്മളിനി എന്ത് ചെയ്യൂടാന്ന് പറയുമ്പം എന്തായാലും ഞാൻ ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് കെവിൻ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിനെയാണ്. അരുന്ധതി ഋഷിയോട് പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഋഷി ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു, ഇപ്പം എന്തായി, നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞാൽ എന്തായാലും നന്ദനെയും കൊണ്ട് പോലീസ് തെളിവെടുപ്പിന് പോകും, അപ്പോൾ പിന്നെ ബോഡി കുഴിച്ചിട്ട സ്ഥലമൊക്കെ നന്ദൻ കാണിച്ചു കൊടുക്കേണ്ടി വരും, ആ സ്ഥലമാണെങ്കിൽ നന്ദനെ അറിയുമില്ല, അപ്പോൾ എന്തായാലും നന്ദൻ കെവിൻ്റെ പേര് പറയും, കെവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിയുമ്പം കെവിൻ എന്തായാലും സത്യങ്ങൾ പറയേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ നിൻ്റെ ബോഡി കാണിച്ചു കൊടുക്കേണ്ടി വരും, ഇത് നമ്മളുടെ കയ്യിൽ നിന്ന് പോണേ കാണണേ, ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ജയിലിൽ കയറും, ഇതിന് കൂട്ടുനിന്ന കുരുവിളയുടെ ജോലിയും പോവും, നന്ദനെ തകർക്കാൻ നോക്കിയിട്ട് തകർന്നത് നിങ്ങൾ തന്നെയാണ്, ഞാനിത് പണ്ടേ പറഞ്ഞതാണ്. അന്നേരം ഋഷി പറയുന്നുണ്ട് അമ്മ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം ഇനി ഒന്നും ചെയ്യാനില്ല, എന്തായാലും സിദ്ധാർത്ഥൻ നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അത് തന്നെ ചെയ്യും, ഞാൻ വിചാരിച്ചത് മകനെ രക്ഷിക്കാൻ നോക്കുന്ന, അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയും കെവിനെയും DYSPനെയാണ്. ഇസബല്ല DYSPയോട് പറയുന്നുണ്ട് പാപ്പ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം ഇനി നമ്മൾ എന്ത് ചെയ്യാനാ, കാര്യങ്ങളെല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് പോയി, സിദ്ധാർത്ഥൻ നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ രണ്ടുപേരും പെടും, കൂടെ ഞാനും പെടും, ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നും ഋഷി മരിച്ചു എന്ന് നന്ദനെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും തെളിയാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല. അന്നേരം കെവിൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമാവുമോ എന്ന് ചോദിക്കുമ്പം പിന്നെ പ്രശ്നമാവാതെ നിങ്ങളല്ലേ ഈ ഋഷി മരിച്ചു ഋഷിയെ കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോണത് നിങ്ങളെ ആയിരിക്കുമെന്ന്. ഇനിയിപ്പോൾ ഇത് തടയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇനി ഒരു മാർഗ്ഗവുമില്ല, ഇതിലിപ്പോൾ ഇടപെട്ടിരിക്കുന്നത് നിസാരക്കാരനല്ല, ഒരു ജഡ്ജ് തന്നെയാണ്, അയാൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്, അതുമാത്രമല്ല അയാൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കും ഋഷിയുടെ വീട്ടിൽ നേരിട്ട് ചെന്ന് മേഡത്തോട് ഋഷി മരിച്ചു എന്നുള്ള കാര്യം പറഞ്ഞത്, മേഡത്തിൻ്റെ എല്ലാ ഭാവങ്ങളും അയാൾ ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവും. അന്നേരം ഇസബെല്ല പറയുന്നുണ്ട് ഇത് ശരിയാ, അന്ന് തന്നെ അരുന്ധതി മേഡത്തെ അയാൾ വന്ന് കണ്ടപ്പം അയാൾക്ക് കുറച്ച് സംശയങ്ങളൊക്കെ തോന്നിയായിരുന്നു, ആ സംശയം കൂടുതൽ ഉറപ്പിച്ചിട്ടായിരിക്കും അയാൾ ഇന്ന് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന്. ആ സമയത്ത് കുരുവിള പറയുന്നുണ്ട് നന്ദൻ സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ജോലി ഉണ്ടാവുമെന്ന് പോലും ഉറപ്പില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയും ഗിരീഷിനെയാണ്. രജനിയാണെങ്കിൽ ഗിരീഷിനോട് ചോദിക്കുന്നുണ്ട് ഗിരി നന്ദനെ ശരിക്കും അച്ഛൻ സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോവുകയാണോ എന്ന്. അന്നേരം ഗിരി പറയുന്നുണ്ട് ഹരി സാറിൻ്റെ തീരുമാനം അതാ, ഹരി സാറ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കണം, അതുപോലെ കുറ്റങ്ങളെല്ലാം നന്ദനെ ഏറ്റു പറയട്ടെ എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ രജനി പറയുന്നുണ്ട് എന്നിട്ട് അച്ഛനും അമ്മയൊക്കെ അത് സമ്മതിച്ചോ, നന്ദൻ്റെ ജീവിതം വെച്ചാണ് ഇവർ കളിക്കണേന്ന് ചോദിക്കുമ്പോൾ നീ എന്തറിഞ്ഞിട്ടാണ് രജനി പറയണത്, ഇത് എത്ര നാൾ മറച്ചു വയ്ക്കാൻ പറ്റും, ഒന്നുമില്ലെങ്കിലും ഒരാളെ കൊന്ന കേസല്ലേ, അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന്. ആ സമയത്ത് രജനി ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നന്ദൻ ജയിലിൽ പോകേണ്ട വരില്ലേ എന്ന് ചോദിക്കുമ്പം നീ എന്താ കൊച്ചു കുട്ടിയാണോ രജനി, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ പോകേണ്ട വരില്ലേ, എന്തായാലും ഹരിസാറും സിദ്ധാർത്ഥൻ സാറും പ്രഭാവതി മേഡവും ദേവികയും കൂടി ചേർന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അവർ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ. ആ സമയത്ത് നമ്മളുടെ രജനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് രജനി പറയുന്നുണ്ട് അതെന്താ ഗിരി അങ്ങനെ പറയണ, ഈ ദേവിക ഇതിനെല്ലാം കാരണക്കാരി, ദേവികയ്ക്ക് അവനെ രക്ഷിക്കണമെങ്കിൽ രക്ഷിക്കാനൊക്കെ പറ്റും, അവൾ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചിട്ടാന്ന് പറയുമ്പം ഗിരീഷൻ ചോദിക്കുന്നുണ്ട് അത് ശരി, ദേവിക പറഞ്ഞിട്ടാണല്ലോ നന്ദൻ ഋഷിയെ പോയി കൊന്നത്, നീ ആവശ്യമില്ലാത്തത് എല്ലാം ദേവികയുടെ തലയിലേക്ക് കെട്ടിവെക്കല്ലേ രജനി എന്നും പറഞ്ഞ് രജനിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയും പ്രഭാവതിനെയും സിദ്ധാർത്ഥനെയും നന്ദനെയാണ്. സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയോടും നന്ദനായിട്ടുമായിട്ട് പറയുന്നുണ്ട് ഹരിയേട്ടൻ വിളിച്ചിരുന്നു എന്ന്. അന്നേരം പ്രഭാവതി ചോദിക്കുന്നുണ്ട് ഹരിയേട്ടൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഹരിയേട്ടൻ ഇന്ന് അരുന്ധതിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, എന്തായാലും കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്, അരുന്ധതിയോട് ഹരിയേട്ടൻ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ആ സമയം പ്രഭാവതി ചോദിക്കുന്നുണ്ട് എന്ത് സത്യ സിദ്ധു പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഋഷി കൊല്ലപ്പെട്ടു എന്നും നന്ദന കൊന്നതെന്നും പറഞ്ഞിട്ടുണ്ടെന്ന്. അത് കേട്ടതും പ്രഭാവതി ആണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പ്രശ്നമാവില്ല സിദ്ധു എന്ന് പറയുമ്പം ഇനി ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നം ഉണ്ടാവാനാ, എന്തായാലും ഇന്ന് തന്നെ നന്ദന സ്റ്റേഷനിൽ ഹാജരാക്കണം എന്നാണ് ഹരിയേട്ടൻ പറഞ്ഞേക്കണേന്ന്. അന്നേരം ഈ പ്രഭാവതി ചോദിക്കുന്നുണ്ട് ശരിക്കും ഹരിയേട്ടൻ നന്ദുവിനെ രക്ഷിക്കാൻ വന്നതാണോ അതോ ജയിലിലേക്ക് വിടാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പം
അതെന്താ പ്രഭേ താൻ അങ്ങനെ പറയണേ? ഹരിയേട്ടൻ ശരിക്കും നന്ദനെ രക്ഷിക്കാനായിട്ടാണ് വന്നേക്കണേ. ഹരിയേട്ടൻ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഹരിയേട്ടൻ വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്തായാലും ഹരിയേട്ടന് നല്ല പ്രതീക്ഷയുണ്ട്. നന്ദനൊന്നും സംഭവിക്കാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഹരിയേട്ടൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാ അച്ഛാ, നന്ദു കൊന്നു എന്നുള്ളത് സത്യമല്ലേ, പിന്നെ എങ്ങനെയാ നന്ദു രക്ഷ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല മോളെ, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്നാണ് ഹരിയേട്ടൻ പറഞ്ഞത്. എന്തായാലും ഹരിയേട്ടൻ വരട്ടെ, കാര്യങ്ങളൊക്കെ വ്യക്തമാവും എന്ന് പറയുമ്പോൾ പ്രഭാവതിക്കാണെങ്കിൽ ആകെ സങ്കടം വന്നിട്ട് പ്രഭാവതി സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, എന്നാലും സിദ്ധു നന്ദുവിനെ ജയിലിലേക്ക് വിടാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പം നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രഭ, ഹരിയേട്ടനെ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് നന്ദൻ ഇതിന്ന് രക്ഷപ്പെടുമെന്ന്. അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഹരിയേട്ടൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളും ഹരിയേട്ടൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ നന്ദൻ അതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് തന്നെ ഹരിയേട്ടൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, എന്തായാലും ഹരിയങ്ങളുടെ തീരുമാനമല്ലേ, അതുപോലെ തന്നെ നടക്കട്ടെ. ഹരിയങ്ങൾ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവുമെന്ന്. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, നിങ്ങളാരും ടെൻഷൻ ആവണ്ട, എന്ത് വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ്. എന്തായാലും നമുക്ക് സ്റ്റേഷനിൽ പോയി ഹാജരാവാം. ഈ കുറ്റബോധം മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് സത്യങ്ങൾ എല്ലാവരും അറിയണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയും കെവിനെയാണ്. അരുന്ധതി കെവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇത് വലിയ പ്രശ്നമാവുമെന്ന്. ആ ജഡ്ജ് വന്നത് വെറുതെ വന്നതൊന്നുമല്ല, നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ചന്ദ്രോത്ത് പോയി അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അന്നേരം ആ പ്രഭാവതിയുടെയും ദേവികയുടെയും നന്ദൻ്റെയൊക്കെ അവസ്ഥ കണ്ടിട്ട് ശരിക്കും എനിക്ക് സങ്കടം വന്നായിരുന്നു. പക്ഷേ എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്നും കണ്ടില്ല എന്ന് വെച്ചു. പക്ഷേ മുകളിലിരുന്ന് ഒരാളിതെല്ലാം കാണുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുടുംബത്തെയാണ് നിങ്ങൾ മാസങ്ങളായിട്ട് ഒരു കൊലപാതകത്തിൻ്റെ പേരും പറഞ്ഞ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കണേ. അതിന് നമ്മൾ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നന്ദനെ ഇന്ന് തന്നെ ആ ജഡ്ജ് സ്റ്റേഷനിൽ ഹാജരാക്കും. അത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. അതിനു മുമ്പായിട്ട് തന്നെ കെവിൻ ചെന്ന് അവരോട് സത്യങ്ങളൊക്കെ പറ. കെവിന് ചന്ദ്രോത്തുള്ളവരായിട്ട് നല്ല ബന്ധമില്ലേ എന്ന് ചോദിക്കുമ്പം കെവിൻ പറയുന്നുണ്ട്, അത് മേഡം ഞാൻ എങ്ങനെ ചെന്ന് പറയും? ഋഷി മരിച്ചു എന്നും അവനെ കുഴിവെട്ടി കുഴിച്ചിട്ടു എന്നും നന്ദനോടും പ്രഭയാൻ്റിയോടും പറഞ്ഞത് ഞാനല്ലേ, എന്നിട്ട് ഞാൻ തന്നെ ചെന്നിട്ട് ഋഷി മരിച്ചിട്ടില്ല നുണ പറഞ്ഞതാന്ന് പറഞ്ഞാൽ അവരെന്നെ വെറുതെ വിടുമെന്ന് ചോദിക്കുമ്പം അരുന്ധതി പറയുന്നുണ്ട്, അതൊന്നും എൻ്റെ വിഷയമല്ല, എനിക്ക് എൻ്റെ മകനെ രക്ഷിക്കണം. ഇപ്പം തന്നെ സത്യങ്ങൾ അവരറിഞ്ഞില്ലെങ്കിൽ ഇത് വലിയ കേസും പ്രശ്നമൊക്കെ ആവും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഋഷിക്ക് പുറത്തിറങ്ങി നടക്കാനും പറ്റൂല. അതുമാത്രമല്ല, നിയമവും കോടതിയും വെറുതെ ഉള്ളതൊന്നും അല്ല, വെറുതെ ഒരാളെയും ജയിലിലേക്ക് പറഞ്ഞു വിടൂല. അതിന് തെളിവും സാക്ഷിയൊക്കെ വേണമെന്ന്. അത് കേട്ടതും കെവിനാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും അടുത്തൊരു എപ്പിസോഡ് കൂടി ഈ സത്യങ്ങളെല്ലാം വെളിച്ചത്ത് വരുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.